പാലക്കാട് മണ്ണാർക്കാട് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ചതിന് യുവാവിനെ പോലീസ് മർദ്ദിച്ചു. ഇരുചക്ര വാഹനവുമായി എത്തിയ യുവാവിനെ പോലീസ് തടഞ്ഞത് വാക്കുതർക്കത്തിനിടയാക്കി. ഇതിനിടെ പോലീസിനെ അസഭ്യം പറഞ്ഞ യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു. വിവരങ്ങളുമായി അജിത് ബാബുവാണ് ചേരുന്നത്. അജിത്, എന്താണ് സംഭവം? സ്വാതി രാജീവ്, രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായി ഉള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കണ്ടെയ്ൻമെന്റ് സോണുമായി ബന്ധപ്പെട്ട് 17 വാർഡുകളിലാണ് ഇപ്പോൾ നിയന്ത്രണമുള്ളത്. ശക്തമായ പോലീസ് സുരക്ഷ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു ആശങ്കയുണ്ട്. കാരണം ഈ സമ്പർക്ക പട്ടിക ഇത്തവണ വലിയ കൂടുതലാണ്. രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഉൾപ്പെടെ കനത്ത ജാഗ്രതയിലാണ്. ജില്ലാ ഭരണകൂടവും അത്തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പോലീസും വലിയൊരു എഫോർട്ട് ഇക്കാര്യത്തിൽ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. കാരണം നമുക്കറിയാം, വലിയ രീതിയിൽ നിപ്പയെ പ്രതിരോധിച്ച് നിർത്തേണ്ടത് ഉൾപ്പെടെ നമ്മുടെ ഉൾപ്പെടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തുന്നത്. പോലീസ് വലിയ ജാഗ്രതയോടുകൂടി ഇവിടെ ഇടപെടുന്നുമുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. അവിടെ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ച യുവാവിനെ തടയുന്നതുമായി ബന്ധപ്പെട്ട് തിരിച്ചു പോകണമെന്നുൾപ്പെടെ പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. തുടർന്ന് വാക്കുതർക്കം ഉണ്ടാകുകയും അസഭ്യം പറഞ്ഞതാണ് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാകാൻ കാര്യവും ചെയ്യുന്നത്. പക്ഷേ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിനുശേഷം ഈ യുവാവിനെ പോലീസ് മർദ്ദിച്ചു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള മർദ്ദനമാണ് ഈ യുവാവിന് അവിടെ വെച്ച് ഏൽക്കേണ്ടി വന്നത്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് വരെ ഒരു മർദ്ദനത്തിലേക്ക് പോലീസ് കടക്കുന്നതാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഒരു തവണയല്ല, നിരവധി തവണ യുവാവിനെ അടിക്കുന്നത് ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിനുശേഷം ഇയാളുടെ മാസ്ക് ഉൾപ്പെടെ താഴെ പോകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ മർദ്ദിക്കുന്നത്. തുടർച്ചയായി നിരവധി മർദ്ദനം ആ യുവാവിന് ഏൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇത് രണ്ട് സാഹചര്യങ്ങളും പരിഗണിക്കേണ്ടതാണ്. ഈ പോലീസിൻ്റെ നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പറയുന്നത് ജനങ്ങൾ ഉൾപ്പെടെ സഹകരിക്കണമെന്ന് ാണ്. പാലക്കാട് ജില്ലയിൽ ആകെ മാസ്ക് വേണമെന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഇവിടെ പോലീസുമായി ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല യുവാവിന് മർദ്ദനമേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. സ്വാതി.